ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമുക്ക് കോമ്പോസിഷൻ സ്കീം അറിയാമല്ലോ GST-യിൽ. ഈ ചെറുകിട ബിസിനസ്സുകാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. സാധാരണ ഇതൊരു ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് കോമ്പോസിഷൻ സ്കീം നമുക്ക് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോ ചിലർക്ക് സംശയം ഉണ്ടാവും, സർവീസ് പ്രൊവൈഡേഴ്സിന് കോമ്പോസിഷൻ സ്കീം അവൈലബിൾ ആണോ എന്നുള്ളത്. ആദ്യം ഗുഡ്സിന് വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നതെങ്കിലും ഇപ്പോ ഒരു ഗുഡ് ന്യൂസ് ഉള്ളത്, സർവീസ് സെക്ടറിലെ ആളുകൾക്കും സർവീസ് പ്രൊവൈഡേഴ്സിനും കോമ്പോസിഷൻ സ്കീം അവൈലബിൾ ആണ് വിത്ത് സെർട്ടൻ കണ്ടീഷൻസ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. 50 ലക്ഷം രൂപയുടെ ആനുവൽ ടേൺ ഓവറിന് താഴെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സിന് എന്ത് ചെയ്യാം, കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതാണ് അതിന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് ഇന്റർ സ്റ്റേറ്റ് സെയിൽ ചെയ്യാൻ അവർക്ക് പാടുള്ളതല്ല. അത് ചെയ്യാൻ സാധിക്കില്ല. ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ മാത്രമാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക. രണ്ടാമത്തെ കാര്യം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് ലീഗൽ ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടവർക്കൊന്നും കോമ്പോസിഷൻ സ്കീം അവൈലബിൾ ആവില്ല. പിന്നെ നാലാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, എസ്വിനോ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള സർവീസുകൾ ചെയ്യാൻ പറ്റില്ല. ഈ 4 കാര്യങ്ങളാണ് ഉള്ളത്. ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും 50 ലക്ഷം ടേൺ ഓവറിന് താഴെയുള്ള ആർക്കും തന്നെ ഈ കോമ്പോസിഷൻ സ്കീം അവൈൽ ചെയ്യാം, അതിന്റെ ബെനിഫിറ്റ് എടുക്കാം. അപ്പൊ GST-യുമായി കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് ഞങ്ങളുടെ ക്യാപിടാക്സ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.